പെയ്തിറങ്ങും സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സത്യം സത്യമാ. സത്യം സത്യമായുടെ ജീവിതസാക്ഷ്യം എപ്പിസോഡിലേക്ക് സ്വാഗതം. സത്യസത്യമായി എന്ന ജീവിതസാക്ഷ്യ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് ഡോക്ടർ വിനോദ് കുമാറാണ്. പ്രിയ ബ്രദറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബ്രദറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വിനോദ് കുമാർ. വീട് കോഴഞ്ചേരി, ഇടത്തറവട എന്നാണ് വീട്ടു പേര്. അച്ഛന് കൃഷ്ണദാസ്, അമ്മയുടെ പേര് മോഹനാഭായ്, ഭാര്യയുടെ പേര് ഗീത, 2 മക്കൾ വിനീത, വിനീത്. ഒരു ഡോക്ടറുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. പഠിക്കുമ്പോഴൊക്കെ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ആയിരുന്നു ബ്രദറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സന്യാസിയായി ജീവിക്കണം എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്ത് ബാക്കിയുള്ളവരെ ഒരു ആത്മീയ ജീവിതം നയിക്കുവാനുള്ളൊരു അവസ്ഥ ഒരുക്കുവാൻ എൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ പോലെ ഞാൻ ജീവിച്ചത്. ഒരു ഡോക്ടറായി തീർന്നു കഴിഞ്ഞപ്പം തൻ്റെ ആഗ്രഹങ്ങൾ പൊലിഞ്ഞുപോയി എന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. കാരണം യഥാർത്ഥത്തിൽ ദൈവം തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കി എന്നെ അതിനുവേണ്ടി ദൈവം ഒരുക്കുകയായിരുന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായത്. അതെങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മതപുരോഹിതന്മാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. മതപുരോഹിതന്മാർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ മതത്തിലെയും ആണോ അതോ എല്ലാ മതത്തിലും? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അച്ഛന്മാരെ പള്ളിയിൽ അച്ഛന്മാരെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ മുസ്ലിം പള്ളിയിലെ മൗലവിയെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ സന്യാസി, ഈ കാവ്യവസ്ഥ സന്യാസികൾ, അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകൾ, അതുപോലെ പാസ്റ്റർ, അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്നത്, ഇവർക്കൊക്കെയാണത് സാധിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. മാത്രമല്ല എനിക്കിതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമവും എനിക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ ആഗ്രഹിക്കാൻ വ്യക്തിയാണ് ഞാൻ, പക്ഷെ എനിക്കത് സാധിച്ചില്ലല്ലോ എന്നൊരു വലിയ വിഷമവും എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് കൂടുതൽ എന്താണ് ബ്രദറിന് മനസ്സിലായത്? ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കന്യാസ്ത്രീകൾക്കോ അല്ലെ അച്ഛന്മാർക്കോ പാസ്റ്റർമാർക്കോ ഹിന്ദു സന്യാസികൾക്കോ മാത്രമുള്ളതല്ല. ഇത് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും, ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എല്ലാ വ്യക്തികളും ആത്മീയ ജീവിതം നയിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും അത് സാധിക്കുമെന്നും എനിക്കിത് മനസ്സിലായി. ഒരു നല്ല ഒരു ചിന്തയിലേക്ക് വന്നു. അതെ. അപ്പോൾ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ബ്രദറിൻ്റെ കാഴ്ചപ്പാടിൽ? ഒന്ന് ശരിക്കൊന്ന് വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്ത് വെച്ച് നാം ജീവിക്കുമ്പോൾ ദൈവത്തെ അറിയുകയും ദൈവത്തെ അനുഭവിക്കുകയും ദൈവത്തിൻ്റെ പ്രകാരം ജീവിക്കുകയും മരണശേഷം നാം സ്വർഗത്തിൽ പോകും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം എന്നാണ് എനിക്ക് ബോധ്യമായത്. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ വാസ്തവമാണ്, പക്ഷെ എന്നാൽ അത് അല്പം കൂടി ഒന്ന് വ്യക്തമാക്കാമോ? നമുക്ക് മനുഷ്യർക്കൊരു ആത്മാവുണ്ട്, അതുപോലെ തന്നെ ദൈവത്തിനൊരു ആത്മാവുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് ഹിതം, ദൈവത്തിൻ്റെ ആഗ്രഹം, എങ്ങനെയാണ് ദൈവത്തിന് ഹിതപ്രകാരം ജീവിക്കേണ്ടത്, ഇതെല്ലാം പരിശുദ്ധാത്മ നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. അപ്പം ഡോക്ടറുടെ അഭിപ്രായത്തിൽ സ്വർഗവും നരകവും ഉണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായും സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക? അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നാം ദൈവത്തെ കണ്ടിട്ടാണോ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ ആരംഭിച്ചത്? അല്ല, നമ്മൾ ചെറുപ്പം മുതലേ ദൈവത്തിൽ വിശ്വസിച്ചാണ് നാം വളർന്നു വന്നത്. നമ്മളൊരിക്കലും ദൈവത്തെ കണ്ടിട്ടല്ല, പക്ഷേ നമുക്ക് ചെറുപ്പം മുതലേ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ സ്വർഗവും നരകവും നാം വിശ്വസിക്കേണ്ടത് അത് കണ്ടിട്ടല്ല. ദൈവം ആസൃഷ്ടിച്ചത്, ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ ദൈവം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരും.
ഇനി മുമ്പേ ഞാൻ പരിശുദ്ധാത്മയെക്കുറിച്ച് പറഞ്ഞു. ആ പരിശുദ്ധാത്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അറിയാനായിട്ട് ബ്രദറിന് സാധിച്ചത്? ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആൽബർട്ട് സ്വിറ്റ്സർ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, സ്നേഹമുള്ള മാതാപിതാക്കൾ, സ്നേഹമുള്ള കൂട്ടുകാർ, ഇതൊക്കെ എന്തിനാണ് ദൈവം തന്നത്? അപ്പോഴാണ് അദ്ദേഹത്തിന് തിരുവചനത്തിലെ ഒരു ഭാഗം ഓർമ്മ വന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, ദൈവവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അധികം ലഭിച്ചവരോട് ദൈവം അധികം ചോദിക്കും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതെല്ലാം ദൈവം തന്നതാണ്. അപ്പോൾ ദൈവമാണ് തന്നതെങ്കിൽ അതെല്ലാം ദൈവത്തിന് ഹിതപ്രകാരം ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്തിന് ഹിതം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം വിചാരിച്ചത് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഒത്തിരി സേവനം ചെയ്യാമല്ലോ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതെല്ലാം അദ്ദേഹം കളഞ്ഞിട്ട് അദ്ദേഹം മെഡിസിൻ പഠിക്കാനായി പോയി. അങ്ങനെ അദ്ദേഹം മെഡിസിൻ പഠിച്ച ശേഷം, അദ്ദേഹം ശരിക്കും ഫ്രാൻസുകാരനാണ്, മെഡിസിൻ പഠിച്ച ഡോക്ടറായ ശേഷം അദ്ദേഹം ആഫ്രിക്കയിൽ പോയി സേവനം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ സേവനത്തെ വിലയിരുത്തി 1952 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, അദ്ദേഹത്തിന് എന്തുവാണ് ചെയ്യേണ്ടതെന്ന് ദൈവം ഒരു ആലോചന കൊടുത്തു. എന്നാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ പ്ലാന്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരോട് ചോദിക്കണമെന്നും എങ്ങനെ അറിയണമെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒരു സന്യാസിയാകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് വരുതടം വെച്ച് കാണട്ടെ എന്ന് കരുതി ഞാനും മുന്നോട്ട് പോയി. അതുവരെ ദൈവത്തെ അറിയിക്കുന്നത് വരെ ഞാൻ ഒരു സന്യാസിയായിട്ട് ജീവിക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ആദ്യം പറഞ്ഞ പോലെ ഹൈന്ദവ സന്യാസിയായിട്ട് ജീവിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? ബ്രദറിനെ അങ്ങനെ തോന്നിക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിന്തിച്ചത്, ഇപ്പം ഹൈന്ദവ മതം എന്ന് പറഞ്ഞാൽ വിശാലമായ മതമാണ്. ഏത് വ്യക്തിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാം, മനസ്സിലായോ? എന്നാൽ മറ്റ് മതങ്ങൾ അങ്ങനെയല്ല, അതിനൊരു പരിധിയുണ്ട്. എന്നാൽ ഹൈന്ദവ മതം ഏത് വ്യക്തിക്കും സ്വീകരിക്കാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും വിശാലമായ ഒരു മതം ആയതുകൊണ്ട് ഞാൻ ധരിച്ചത് അതാണ് നല്ലത്. അതുകൊണ്ട് നമുക്കാരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവരിലും വസിക്കുന്ന ദൈവമല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹൈന്ദവ സന്യാസിയായിട്ട് ജീവിക്കുവാൻ തീരുമാനമെടുത്തത്. അങ്ങനെ ബ്രദർ പറയാൻ കാരണം എന്താണ്? ഞാൻ ഹൈന്ദവ സന്യാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാൻ കാരണം, ഹൈന്ദവ മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്നതാണ്. അപ്പം അങ്ങനെ അത്രയും ഒരു വിശാല മതം വേറെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ കരുതിയത് ഹൈന്ദവ മതമാണ്, എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റും, എല്ലാ മതം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാവരും അംഗീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഹൈന്ദവ മതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈന്ദവ മതത്തിലെ തന്നെ ഒരു സന്യാസിയായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ എന്താണ് സംഭവിച്ചത്? എനിക്ക് ആയുർവേദ കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഉപനയനം നടന്നത്. ഉപനയനം എന്ന് വെച്ചാൽ എന്താണ്? ഉപനയനം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക വിഭാഗത്തിനുള്ള ഒരു ചടങ്ങാണ്. അതായത് കൂടുതൽ കല്യാണം ബ്രാഹ്മൺ സമുദായത്തിനുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു ചരടുണ്ട്, പൂണുവൽ എന്ന് പറയും. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ജനിച്ച് വളർന്നെങ്കിൽ തന്നെയും നമുക്ക് അമ്പലത്തിനകത്ത് കയറാനുള്ള അനുവാദമില്ല. അത് പൂജ ചെയ്യാനോ ദൈവത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനോ അനുവാദമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നൂലിടുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങാണ് പൂണുവൽ ഉപനയനം എന്ന് പറയും, പൂണുവൽ കല്യാണം എന്ന് പറയും. അപ്പോൾ അതിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഈ വേദങ്ങളും മന്ത്രങ്ങളൊക്കെ പഠിക്കുക. അതൊക്കെ പഠിച്ച ശേഷം നമ്മൾ പൂജ ചെയ്യുക, അമ്പലത്തിനകത്ത് കയറുക, അങ്ങനെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക. ഇതൊക്കെ ചെയ്യാനുള്ളൊരു അതോറിറ്റി കിട്ടുന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ എനിക്കത് കിട്ടി. അതിനുശേഷം ഞാൻ അകത്ത് ചെന്ന് ഇതൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആരംഭിച്ചു. മാത്രമല്ല ഇന്ത്യയിലെ പ്രസിദ്ധമായ എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം എനിക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രേ ഗ്രൂപ്പ് ആരംഭിച്ചത്. അപ്പോൾ ഞാനും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു. ഞാനും ആ പ്രേ ഗ്രൂപ്പിൽ പോയി. എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പൊതുവേ ഈ പഠിക്കുന്നവർക്ക് കറങ്ങടക്കാനും
ഒരു വേറെ രീതിയിലുള്ള ലൈഫാണ് അവർക്കുള്ളത്. എന്നാൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും വളരെ സന്തോഷമായി ആ മീറ്റിങ്ങിൽ ഞാനും പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കൂടെ ചേർന്ന് ഞാനും പാട്ട് പാടുവാനും പ്രാർത്ഥിക്കാനും ആരംഭിച്ചു. അപ്പോൾ ഈ പ്രെയർ ഗ്രൂപ്പിലൊക്കെ ചെന്ന ശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ നിന്ന് എന്താണ് ബ്രദറിനെ സ്വാധീനിക്കാനിടയായത്? ഒന്ന് പറയാമോ? അപ്പോൾ പിന്നീട് ഞാൻ ഈ ചെറുപ്പക്കാരുടെ യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അപ്പോൾ അവിടെ നല്ല മ്യൂസിക് ആയതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ ഒരു വ്യക്തി ഇപ്രകാരം പ്രസംഗിച്ചു: നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകണം എന്നാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. പണ്ട് മുതലേ തന്നെ ഞാൻ ആൽബർട്ട് സിൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ദൈവത്തിന് ആലോചന കൊടുത്തു. എന്നാൽ എന്നെ സംബന്ധിച്ച് എന്താ ആലോചന എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോഴിതാ ദൈവത്തിൻ്റെ ആലോചന എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണെന്നുള്ളതാണ്. യേശുക്രിസ്തു ശിഷ്യൻ. അപ്പോൾ അത് കേട്ടപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേരം തന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഞാനിനി യേശുവിന് ശിഷ്യനാകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം പണ്ട് മുതലുള്ള ആഗ്രഹത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് താമസിച്ചു പോയെന്നേ ഉള്ളൊരു പറയാനുള്ളൂ. പക്ഷേ ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഇനി യേശുവിൻ്റെ ശിഷ്യനാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ച് അറിയണ്ടേ? നന്നായിട്ട് അറിയണം. എങ്ങനെയാണ് പിന്നെ സാറ് മനസ്സിലാക്കിയത്? ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്. എന്താണെന്ന് വെച്ചാൽ ഒരു പാപവും ചെയ്യാതെ ജീവിച്ചു. മാത്രമല്ല പഠിപ്പിക്കുമ്പോൾ ഇടത് കർണയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ വലത് കർണം കാണിച്ചു കൊടുക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല ഒരു പാപം ചെയ്യാതെ ജീവിക്കുകയും അങ്ങനെ ജീവിക്കുമ്പോൾ യഹൂദന്മാർ യേശുവിനെ പീഡിപ്പിക്കുകയും അപമാനിക്കുകയും കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും യേശുക്രിസ്തു പിതാവെ ഇവർ ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു ജീവിച്ച ഒരു വ്യക്തിയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ജീവിക്കണമെന്ന്. പിന്നെ ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. അപ്പം പിന്നെ ഞാൻ ഇഷ്ടംപോലെ ദൈവമുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? എങ്കിലും ആ ലൈഫ് എന്നെ ഒത്തിരി ആകർഷിച്ചു. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഇതുപോലെ ജീവിക്കണം. അപ്പം ഞാൻ കരുതിയത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അനുസരിച്ചാൽ എനിക്കും നാളെ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ ഗുരുവായിട്ട് ഞാൻ സ്വീകരിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരാനായിട്ട് ബ്രദർ തീരുമാനിച്ചല്ലോ. പിന്നീട് എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തുവിനെ ശിഷ്യനായ ശേഷം എനിക്ക് സംഭവിച്ചത് ഞാൻ മാനസാന്തരപ്പെട്ടു. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പാപം ചെയ്യാതെ ജീവിച്ചു എന്നൊരു ധാരണയായിരുന്നു എന്നെക്കുറിച്ചുണ്ടായിരുന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം എന്നെക്കുറിച്ചുണ്ടായിരുന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. മാത്രമല്ല എല്ലാ വർഷവും 4 പ്രാവശ്യം ഞാൻ രക്തം ദാനം ചെയ്യുന്നു. മാത്രമല്ല കാരണം ഒരാൾക്ക് മാക്സിമം പറ്റുന്നത് 4 പ്രാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ തന്നെ കൊടുക്കുമായിരുന്നു. എനിക്ക് അതുപോലെ അനാഥ പിള്ളേരെ സഹായിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, ഇങ്ങനെ ചെയ്യാവുന്ന എല്ലാ നന്മകളും ഞാൻ ചെയ്ത് മുന്നോട്ട് പോയി. യേശുക്രിസ്തുവിൻ്റെ ജീവിതം പോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ അല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടപ്പോഴാണ് എൻ്റെ ഒന്നുമെല്ലാം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അതുപോലെ ജീവിച്ചില്ലല്ലോ, എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്ത് ഞാൻ കരയുവാൻ തുടങ്ങി. ഞാനിതൊക്കെ പാപം ചെയ്തത് ദൈവത്താണല്ലോ എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അതാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നു. കാരണം ഞാൻ പാപി എന്നുള്ളൊരു ബോധ്യം എനിക്ക് എനിക്കുണ്ടായത് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ ജീവിതത്തിൽ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ചതുകൊണ്ട്. അതിനു മുമ്പ് എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ട്, എല്ലാ ഭക്തിഗതങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാപി എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ലായിരുന്നു. കാരണം നമ്മുടെ വിശ്വാസം തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ നമ്മുടെ ദൈവമാണെന്നുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ ഞാൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായത് ഈ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ ശേഷമാണ്. മാത്രമല്ല അത് കഴിഞ്ഞ് ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി, എൻ്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് എനിക്കറിയാം, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. എന്നാൽ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞത് ഈ യേശു കർത്താവിൻ്റെ
ശിഷ്യനായതുകൊണ്ടാണ്. അതാണ് എനിക്ക് ഒരു പ്രത്യേകത അതിൽ നിന്ന് എനിക്ക് ബോധ്യമായത്. ബ്രദറിൻ്റെ ജീവിതത്തിൽ ബ്രദർ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? പല പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. അത് എന്തുവാണെന്ന് അറിയണമല്ലോ, ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ വായിച്ചത്. എന്നാൽ വായിച്ചു കൊള്ളാം എന്നൊക്കെ അല്ലാതെ കൊള്ളാൻ ചിന്തിച്ചില്ല. എന്നാൽ ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. കാരണം ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണ്, യേശുക്രിസ്തുവിൻ്റെ ഗുരുവാണ്. അപ്പം ഞാൻ ഗുരുവിനെ പോലെ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം, മനസ്സിലാക്കണം, അനുസരിക്കണം. അപ്പോൾ അങ്ങനെ ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വായിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കണമെന്ന് യേശുക്രിസ്തു ദൈവവചനത്തെ കൂടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം വരുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ വീണ്ടും വന്ന് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുവാൻ ഞാൻ വീണ്ടും വരും. അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് സ്വർഗമുണ്ട്. മാത്രമല്ല യേശുക്രിസ്തു വീണ്ടും വരും. ഞാൻ പറയാൻ കാരണം, യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും വരും എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഈ ദൈവവചനം വായിച്ചപ്പോഴാണ്. അപ്പം ബ്രദർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബ്രദറിൻ്റെ ജീവിതത്തിൽ ഏത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പം സ്വർഗത്തിൽ പോകുന്നത്? ഈ ബൈബിള് വായിച്ചത് കൊണ്ടാണോ, അനുസരിക്കുന്നത് കൊണ്ടാണോ, എങ്ങനെയാണ്? അപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ കാരണം എൻ്റെ യാതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലല്ല, ഒരിക്കലുമല്ല. മാത്രമല്ല ഒരിക്കലും എൻ്റെ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാനും സാധ്യമല്ല. അത് പറയാൻ കാരണം, നമുക്ക് സ്വർഗത്തിൽ പോകാൻ പാപമാണ് തടസ്സം. അത് നമ്മുടെ സ്വയം ഒരു പ്രവൃത്തി കൊണ്ടും നമുക്കത് മോചിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ എൻ്റെ യോഗ്യത നിത്യ നരകമാണ്, പാപത്തിൻ്റെ ശിക്ഷ നരകമാണ്. എന്നാൽ ആ ശിക്ഷ എനിക്ക് വേണ്ടി യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുത്ത് എന്നെ രക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് പാപമോചനവും നിത്യരക്ഷയും കിട്ടുവാനിടയായത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളാലല്ല. അല്ല. കാരണം നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ പീഡനം അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാമോ? ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ, അവന് ഈ സ്ട്രെച്ചറിലാണ് നടക്കുന്നത് കണ്ടത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നാട്ടിൽ തന്നെയാണ്, നേപ്പാളിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. അതെ. അപ്പോൾ അവർ പറയുവാണ്, ഈ മോൻ്റെ കാലൊടിഞ്ഞു, അപ്പോൾ സർജറി കഴിഞ്ഞു. എന്നാൽ ഈ 2 വർഷമായി ഇവന് ഈ സ്ട്രെച്ചറിലാണ്, ബസ്സിൽ പോകുന്നു, അവിടുന്ന് ബസ് ഇറങ്ങി സ്കൂളിൽ പോകുന്നു. അപ്പം എപ്പോഴും ഇവൻ ഈ സ്ട്രെച്ചറിലാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ കാരണം? എക്സ്റേ ഒന്ന് കാണിക്കാമോ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ എക്സ്റേ കൊണ്ട് കാണിച്ചു. എക്സ്റേക്കകത്ത് ഞാൻ നോക്കുമ്പം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ആ കാല് ഒടിഞ്ഞ സ്ഥലത്ത് റോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കമ്പി വെച്ചത് കൊണ്ട് അവന് ഇനിയും നടക്കാൻ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവന് നടന്നു പൊയ്ക്കൂടെ? അപ്പോൾ അവർ പറഞ്ഞു, ഇവനിങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അവൻ്റെ കയ്യിൽ ആ സ്ട്രെച്ചർ ഞാൻ വെച്ചിട്ട് അവിടെ പറഞ്ഞു, നീ മുറിക്കകത്ത് എവിടെയെങ്കിലും കൊണ്ട് മൂലയ്ക്ക് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ അതുപോലെ അത് കൈവച്ച് അവൻ സുഖമായിട്ട് നടന്ന് വീട്ടിൽ കൊണ്ടുവച്ചു. ഇത് കണ്ടപ്പോൾ വീട്ടുകാരവനെ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഇവനൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഇത് കൊണ്ട് നടന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇവൻ്റെ സർജറി കഴിഞ്ഞതാണ്, ഇനി ഇതിൻ്റെ ആവശ്യം ഇനിയില്ല, അതുകൊണ്ട് ഇനി ഇതെടുക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, നമ്മൾ സ്വർഗത്ത് പോകാൻ വേണ്ടി പാപമോചനം യേശുക്രിസ്തു കുരിശിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിത് വിശ്വസിച്ചാൽ മതി. എനിക്കിതാണ് എല്ലാവരോടും പറയാനുള്ളത്. ചിലർ പറയാനുണ്ട്, ഞാൻ മതം മാറ്റുവാന്ന്. അങ്ങൊരു പരിപാടി ഇല്ല. ഞാൻ ഈ സത്യം അവരോട് പറഞ്ഞു. ഇപ്പം ഞാൻ ആ മോനോട് ആ സത്യം പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു? പിന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ പോയി. അതുപോലെ തന്നെ നമ്മളൊരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. മതം മാറുകയോ ഒന്നുമല്ല. നമ്മളൊരു കാര്യം വിശ്വസിക്കണം, നമ്മൾ പാപിയാണെന്നും എൻ്റെ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തുവാൻ
സാധ്യമല്ല എന്നും. എന്നാൽ അതുകൊണ്ട് വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. കാരണം നമ്മൾ അനുഭവിക്കേണ്ട പാപത്തിന് ശേഷം മുഴുവനും യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. നമുക്ക് പകരം, അതെ, നമുക്ക് പകരം, അല്ലെങ്കിൽ എനിക്ക് പകരം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു എനിക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു. മനസ്സിലായി? ഇപ്പോൾ എൻ്റെ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുള്ളവർക്ക് മാത്രമേ ഗുണമാകത്തുള്ളൂ. എന്നാൽ കർത്താവ് യേശുവിൻ്റെ രക്തം സകല മനുഷ്യരുടെയും പാപം കഴുകി വൃത്തിയാക്കാൻ പര്യാപ്തമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കണം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഏത് വ്യക്തിക്കും സ്വർഗ്ഗത്ത് പോകാൻ പറ്റും. മതമോ ജാതിയുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. അപ്പോൾ ഈ ഒരു സത്യം എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തതും ഈ തീരുമാനം ബാക്കിയുള്ളവരെ ഞാൻ അറിയിക്കാനായതും. കാരണം നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മുടെ കൂടെ നമ്മൾ നോക്കും. അതുപോലെ എനിക്ക് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ബന്ധുക്കാർ, എൻ്റെ കൂട്ടുകാർ ഇവരൊക്കെ അറിയണം. കാരണം ആ ഒരു കാര്യം ഞാൻ കേട്ടറിഞ്ഞതാണ്, മനസ്സിലാക്കി വചനം വായിച്ചു അറിഞ്ഞു. അപ്പോൾ ഈ ബാക്കിയുള്ളവരെയും ഈ സത്യം അറിയണം. ദാനമായി കിട്ടിയ ഈ രക്ഷ ദാനമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഈ പയ്യൻ്റെ കാര്യത്തിൽ ഭൗതികമായ കാര്യമാണ് ചെയ്തത്. അതുപോലെ ഈ കാര്യം ആത്മീയ കാര്യമാണ്. അതാണ് ഞാൻ ചെയ്യുന്നുണ്ടത്. ഞാനത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെയും ഞാനത് ആഗ്രഹിക്കുന്നത്. ഒരു സംശയം കൂടി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്താൽ നമ്മുടെ രക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ? തിരുവചനം ഇപ്രകാരം പറയുന്നു, അവനെ കണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഇത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വചനമാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദൈവമകനാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നമുക്കറിയാം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം. അപ്പം മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിനൊരു ഇടർച്ച വരും, വിള്ളൽ. അപ്പോൾ അതുകൊണ്ട് ബന്ധം നഷ്ടമാകുന്നില്ല, ആ സ്നേഹബന്ധത്തിനൊരു ഇടർച്ച വരും. അപ്പോൾ എന്ത് ചെയ്യണം? കഴിയുന്ന വേഗം നിരുപ്രവാഹിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ആ ബന്ധം കറക്റ്റാകും. പക്ഷേ മക്കളല്ലാതാവുന്നില്ല. മക്കളെന്ന ബന്ധം പറ്റില്ല. അതുപോലെ തന്നെ നമ്മളും ദൈവമുള്ള ബന്ധം മക്കൾ തമ്മിൽ പിതാവ് തമ്മിലുള്ള ബന്ധം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന അവസ്ഥ തന്നെയാണല്ലോ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പം മക്കളായിട്ട് അപ്പനിലും അമ്മയിൽ നിന്നും ജനിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ വീണ്ടും ജനിച്ചു. അല്ലെ? ആ ജനിച്ച ആ ജന്മ മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ മകനാണ്. ആ ബന്ധം ഇനി ഒരിക്കലും നഷ്ടമാകുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും നിത്യജീവൻ എന്ന് നമ്മൾ, അല്ലെങ്കിൽ നിത്യരക്ഷ എന്ന് നമ്മൾ പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല, എന്നാൽ നിത്യതയെക്കുറിച്ചോ നമുക്ക് ഉറപ്പുണ്ട്. ആ ഒരു വലിയ ബന്ധമാണ് യേശുക്രിസ്തുവിനെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ്. പ്രത്യേകമായി നമ്മുടെ പ്രേക്ഷകരോട് ഡോക്ടർക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്ക് നാളത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് മാത്രമേ നമുക്ക് സത്യം മനസ്സിലാക്കാനും തീരുമാനമെടുക്കാനും സാധിക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാവുന്ന ആചാരങ്ങളെല്ലാം ചെയ്തു, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു, അതുപോലെ തന്നെ വായിക്കേണ്ടതെല്ലാം വായിച്ചു. എന്നാൽ എന്നെ ആ പാപമോചനവും നിത്യരക്ഷയും സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ആ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ഉള്ള അറിവും എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുമാണ്. കാരണം യേശുക്രിസ്തുവാണ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത്. വേറെ ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണമാണ് നമ്മുടെ പാപമോചനത്തിന് കാരണമായത്, നിത്യരക്ഷയ്ക്കും കാരണമായത്. അതുകൊണ്ട് എല്ലാവരും ഈ സത്യമറിഞ്ഞ് ആ നിത്യരക്ഷ കൈവരിക്കണമെന്നാണ് എനിക്ക് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. അങ്ങനെ ഒരു ശരിയായ തീരുമാനമെടുത്ത് നിത്യത്തിലെത്തുവാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പ്രിയ ഡോക്ടർ വിനോദ് കുമാറിൻ്റെ സാക്ഷ്യമായിരുന്നു. ഒരു നല്ല ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ അന്വേഷണങ്ങൾക്ക് ഒടുവിൽ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയ ജീവിതം കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അത് ദൈവവചനമായിരിക്കുന്ന ബൈബിളിലെ
ആശയങ്ങൾ തന്നെ പിടിച്ചു കുലുക്കി യഥാർത്ഥ ഒരു ശിഷ്യനായി തീരുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് കണ്ടെത്തി. അതോടൊപ്പം തൻ്റെ ജീവിതത്തിൽ ലഭിച്ചതോ ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന മോക്ഷ മാർഗമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ജീവിതമാണ് എന്ന് നാം കേട്ട് കഴിഞ്ഞു. പ്രിയ ഡോക്ടർ വിനോദ് കുമാറിലൂടെ നാം കേട്ടത്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മാനവരാശിക്ക് വേണ്ടിയല്ല, സകല മാനവരാശിക്കും വേണ്ടി അവരെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുക്കുവാനായിട്ട് ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി ജനിച്ച് പാപികളായ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചു. അവിടെ തീർന്നില്ല. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എത്ര അനുഗ്രഹീതമായ സന്ദേശമാണിത്! അതാണ് സുവിശേഷം. മനുഷ്യർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് അനുഭവിച്ചു തീർത്തു. അതിന് നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനില്ല. എന്നാൽ അത് സൗജന്യമായി നാം അത് ഏറ്റെടുത്ത് സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനോട് നാം ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുക: കർത്താവായ യേശു ക്രിസ്തുവേ, ഞാനൊരു പാപിയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എനിക്ക് പകരം അവിടുന്ന് കാൽവരിയിൽ ഏറ്റെടുത്തു. പാപം ചെയ്യാത്തവനായി ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവിടുന്ന് കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു. ആ യേശു ക്രിസ്തു രണ്ടാമത് വരുവാനായിട്ട് പോകുന്നു. ആ യേശു ക്രിസ്തു തന്നെ ചേർക്കും എന്നുള്ള ആ ഉറപ്പും പ്രത്യാശയും നമ്മൾ ആ മുഖത്ത് ദർശിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിലും നല്ല സുവിശേഷം വേറെ ഏതാണ്? ഈ സുവിശേഷം ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളും കേൾക്കുവാനും വിശ്വസിക്കുവാനും, അങ്ങനെ അദ്ദേഹം ആഹ്വാനം ചെയ്തതുപോലെ നിത്യ തുറമുഖത്ത്, നിത്യതയുടെ തീരത്ത് നമുക്കൊരുമിച്ച് കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സത്യമായി ജീവിതസാക്ഷ്യം കേട്ട എല്ലാ പ്രേക്ഷകരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും നന്ദി. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.